ഹായ് കൂട്ടുകാരെ, പാലക്കാടുള്ള എന്നെ കാണുന്നതിനായി എൻ്റെ തൃശ്ശൂർക്കാരായ കൂട്ടുകാർ കാണാൻ വന്നതാണ് കേട്ടോ. ശരി, നമ്മുടെ പാലക്കാടൻ കോട്ടയിലാവാം കാണലും, ഒന്ന് ചുറ്റി നടന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ പാലക്കാടൻ കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാടൻ കോട്ടയെക്കുറിച്ച് എൻ്റെ കൂട്ടുകാർക്കറിയാമോ? 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരലി പണി കഴിപ്പിച്ചതാണ് പാലക്കാടൻ കോട്ട. 1790 ബ്രിട്ടീഷുകാർ ഇത് മോഡിഫൈ ചെയ്തെടുത്തു. ഇന്നിത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു പോരുകയാണ്. മെയിൻ എൻട്രൻസിൽ ഒരു ഹനുമാൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു. ഉള്ളിലായി ആർക്കിയോളജിക്കൽ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് നഗരഹൃദയത്തിൽ തന്നെയാണ് കോട്ടയുള്ളത്. 1766 ഹൈദർ പിടിച്ചെടുത്ത് പുതുക്കിപ്പണിതു. അത് പിന്നീട് സാമൂതിരിയുടെ കൈകളിലെത്തിപ്പെട്ടു. ഇന്നീ കോട്ട അറിയപ്പെടുന്നത് ഹൈദരലിയുടെ മകനായിരുന്ന ടിപ്പുവിൻ്റെ നാമധേയത്തിലാണ്. ടിപ്പു കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പടയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തതായാണ് അറിയപ്പെടുന്നത്. പഴയ പേര് പാൽഘാട്ട് എന്നായിരുന്നു. ചരിത്രപരമായ പാലക്കാട്ടുശ്ശേരി എന്നും പറയുന്നുണ്ട്. പേര് വന്നതിന് പുറകിലുള്ള ഐതിഹ്യം, പാലമരങ്ങൾ ധാരാളമുള്ള കാട്, അതായത് പാലക്കാട് എന്നും, മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് പാലൈ നിലയം, അതായത് വരണ്ട പ്രദേശം ഓർ ഡ്രൈ ഏരിയ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പാലക്കാട് എന്ന പേര് വന്നതായാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഇത്രയും ഐതിഹ്യവും ചരിത്രപരമായ പ്രാധാന്യവുമൊക്കെയുള്ള പാലക്കാടൻ കോട്ട നിങ്ങളൊന്ന് വന്ന് കാണണം കേട്ടോ. കോട്ടയ്ക്കുള്ളിലായി പഴയകാലത്ത് പണി തീർത്തിട്ടുള്ള ഒരു കുളം നമുക്ക് കാണാനാകും. അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ താലൂക്ക് സപ്ലൈ ഓഫീസും കോട്ടയ്ക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. മുൻപിവിടെ പാലക്കാട് സബ് ജയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത് മലമ്പുഴയിലാണുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് കോട്ടയ്ക്കുള്ളിലായിട്ട് കാണാൻ കഴിയുന്നത്. ആ കോട്ടയുടെ ഭംഗി തന്നെയാണ് കോട്ടയെ പ്രശസ്തമാക്കുന്നത്. പഴയ കാലത്ത് പണിത അതിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ് ഇവിടെ. വൈകുന്നേരം എത്തിച്ചേരുകയാണെങ്കിൽ കോട്ടയിൽ നിന്നുള്ള സൂര്യാസ്തമയവും നമുക്ക് കാണാം. ഒപ്പം തന്നെ നല്ലൊരു നടത്തവും നമുക്ക് നടക്കാം കേട്ടോ. ചുറ്റിനും കോട്ടയ്ക്ക് ചുറ്റിനും നടന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് പിരിയാം. വളരെയധികം ആരോഗ്യപ്രദമായതും സന്തോഷപ്രദവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അത്. അപ്പോൾ മനോഹരമായ പഴയകാല പ്രൗഢിയോടുകൂടി ഇന്നും നിലകൊള്ളുന്ന പാലക്കാടൻ കോട്ട വന്ന് കാണണേ.